മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പി.കെ. ഫിറോസിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും UDF സർക്കാരാണ്. 2016 ഫെബ്രുവരിയിലാണ് വില നിശ്ചയിച്ചത്. സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ കെ ജയകുമാർ ഭൂമി ഏറ്റെടുക്കാനായി പണം അനുവദിക്കാൻ ആവശ്യപ്പെടുന്ന കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും LDF സർക്കാരിന്റെ കാലത്താണെന്നായിരുന്നു ഫിറോസിന്റെ വാദം. എന്നാൽ ഇടപാടുകൾ മുഴുവൻ നടന്നത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. സർവകലാശാലക്കായി 17.21 ഏക്കർ ഭൂമിയാണ് UDF സർക്കാർ കണ്ടെത്തിയത്. ഭൂമി ഏറ്റെടുക്കാൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാർ അയച്ച കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KM അബ്രഹാമിനാണ് ഡോക്ടർ കെ ജയകുമാർ കത്തയച്ചത്. സർവകലാശാലക്ക് സ്ഥിരം ആസ്ഥാനം പണിയാൻ വെട്ടം വില്ലേജിൽ 6.80 ഏക്കർ ഭൂമി വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറാണെന്ന് കാണിച്ച് 2014 മെയ് 22-നാണ് ജയകുമാർ കത്തയച്ചത്. ഈ സ്ഥലം സ്ഥിരം ആസ്ഥാനം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്നും ആൾതാമസമില്ലാത്തതിനാൽ കുടിയൊഴിപ്പിക്കലിന്റെ പ്രശ്നമില്ലെന്നും കത്തിൽ പറയുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമലംഘനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും കത്തിലുണ്ട്. കെട്ടിട നിർമ്മാണത്തിനുള്ള UGC സഹായം ലഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കണമെന്നും സ്ഥലം വാങ്ങാൻ മലപ്പുറം കളക്ടർക്ക് അനുവാദം നൽകണമെന്നും ജയകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പരിഗണിച്ചാണ് UDF സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടന്നത്. 2016 ഫെബ്രുവരി 17-ന് മലപ്പുറം കളക്ടറുടെ ചേംബറിൽ ചേർന്ന വില നിർണയ സമിതി യോഗത്തിലാണ് ഭൂമി വില നിശ്ചയിച്ചത്. സെന്റിന് 1,70,000 രൂപയാണ് വില നിശ്ചയിച്ചത്. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് പി.കെ. ഫിറോസ് LDF സർക്കാരിനെതിരെയും KT ജലീലിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്.